രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ പലപ്പോഴും പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിന്റെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ ജയ്പൂരിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിക്കിടയിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നു. അതും ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച്. എന്താണ് സംഭവിച്ചത്? ജൂൺ 15-നാണ് ജയ്പൂരിലെ ഷഹീദ് സ്മാരകത്തിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകർ അഭിജിത് ദീപ്കെ തോളിലേറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ അദ്ദേഹത്തെ പിടിച്ചെടുക്കുകയും തുടർച്ചയായി മുഖത്തടിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെയാണ് വാർത്തകളിൽ നിറഞ്ഞത്? യഥാർത്ഥത്തിൽ ഇതൊരു ആക്ഷേപഹാസ്യമായി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. എന്നാൽ പിന്നീട് ഇവർ ശക്തമായ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി രംഗത്തിറങ്ങി. ഡൽഹിയിൽ ജൂൺ 6-ന് ഇവർ നടത്തിയ പ്രതിഷേധം വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അഹിംസാത്മകമായ സമരരീതികളാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് അഭിജിത് ദീപ്കെ എപ്പോഴും പറയാറുണ്ട്. ഗാന്ധിജിയെയും അംബേദ്കറെയും പിൻപറ്റുന്ന ആളാണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന് നേരെ നടന്ന ഈ അക്രമം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു? ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചോദ്യം ചെയ്യുമ്പോൾ അത് പലപ്പോഴും അധികാരികളെ ചൊടിപ്പിക്കാറുണ്ട്. വിയോജിപ്പുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പ്രവണത ജനാധിപത്യത്തിന് നല്ലതല്ല. അതേസമയം ആൾക്കൂട്ട അക്രമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് പകരം വയ്ക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ജയ്പൂർ പോലീസ് സംഭവത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ ആരാണ്, എന്തിനാണ് ഈ അക്രമം നടത്തിയത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. പ്രതിഷേധം നടത്താൻ ഇവർക്ക് കർശനമായ വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയിരുന്നത്. എങ്കിലും ഇത്തരം അക്രമങ്ങൾ അരങ്ങേറിയത് സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകളെ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയത് ഇത്തരം അക്രമങ്ങൾ കണ്ട് താൻ പിന്മാറില്ലെന്നും തന്റെ സമരം സമാധാനപരമായി തുടരുമെന്നുമാണ്. ഭയം കൊണ്ടാണ് ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും വിചിത്രമായ പല പേരുകളും ആശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് ഒരുപക്ഷെ കേൾക്കുമ്പോൾ കൗതുകം തോന്നിയേക്കാം. എന്നാൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതിലെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് ജനാധിപത്യപരം പ്രകടിപ്പിക്കാനാണ് നാം ശീലിക്കേണ്ടത്. അല്ലാതെ കായികമായ കയ്യേറ്റം നടത്തി വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ചേർന്നതല്ല. ജയ്പൂരിൽ നടന്ന ഈ സംഭവം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്.